പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിലെ സീനായി മലമുകളിലുള്ള സെയിൻറ്റ് കാതറിൻ മോണസ്ട്രിയിലാണ്. ഈ മോണസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെയാണ് 3-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സെയിൻറ്റ് കാതറിൻ ഓഫ് അലക്സാൻഡ്രിയയുടെ തിരുശേഷിപ്പ് കണ്ടെടുക്കപ്പെട്ട സ്ഥലം. ഇവിടെ പ്രധാനപ്പെട്ട മറ്റു 2 പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ പ്രദേശത്താണ് മോശ തൻ്റെ ഭാര്യയായ സിപ്പോറയെ വെള്ളം കോരുന്ന കിണറിനരികിൽ വെച്ച് കണ്ടുമുട്ടിയത്. അതുകൊണ്ട് തന്നെയും ഇവിടെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിപ്പോറയുടെ കിണർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലവും ഇതിനകത്ത് കാണാനായി സാധിക്കും. അത് ഈ മോണസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ്. അത് ജലസ്രോതസ്സായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഇടമാണ് എന്ന കാരണത്താൽ അത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ വലിയ മതിൽക്കെട്ടിനകത്താണ് ഇപ്രകാരം സെയിൻറ്റ് കാതറിൻ മോണസ്ട്രി സ്ഥിതി ചെയ്യുന്നത് എന്നത് ഇതിനെ പ്രത്യേകതയുള്ള ഒരു ഇടമാക്കി മാറ്റുന്നു എന്ന് നമുക്ക് കാഴ്ചകളിൽ നിന്ന് തന്നെയും വ്യക്തമാണല്ലോ. നമ്മളിപ്പോൾ കാണുന്നത് സിപ്പോറയുടെ കിണർ. മോശ ഇവിടെ വെച്ചാണ് മോശ സിപ്പോറയെ കണ്ടുമുട്ടിയത്. അതുകൊണ്ടാണ് സിപ്പോറയുടെ കിണർ ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മോണസ്ട്രിയുടെ അകത്തേക്ക് കയറുന്നു. ഇവിടെ സൈലൻസ് ആണ്. ഇവിടെയാണ് നമുക്ക് സെയിൻറ്റ് കാതറിൻ മോണസ്ട്രിയിലെ ചാപ്പൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മോശയ്ക്ക് കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയും ഈ ഭൂപ്രദേശം ഏറെ പ്രത്യേകതയുള്ളതാണ്. സീനായി മലമുകളിൽ ദൈവമായ കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്ന ഇടം എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരിടമാണ് എന്ന് പറയട്ടെ.